യുഎഇയിലെ പ്രവാസി ജീവിതം കഠിനമായ നിയമങ്ങൾക്കും തൊഴിലുടമകളുടെ ആധിപത്യത്തിനും കീഴിലാണെന്ന പഴയ ധാരണകൾ തിരുത്തപ്പെടുകയാണ്. 2025 പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം തൊഴിലാളികൾ തങ്ങളുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുന്ന ഒരു പുതിയ കാലഘട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. മന്ത്രാലയത്തിന്റെ ശക്തമായ ഇടപെടലുകളും ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയുള്ള പരാതി പരിഹാര സംവിധാനങ്ങളും സാധാരണക്കാരായ തൊഴിലാളികൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. ഭാഷാപരമായ തടസ്സങ്ങൾ നീക്കി വിവിധ ഭാഷകളിൽ സഹായം ലഭ്യമാക്കിയത് പ്രവാസികൾക്കിടയിൽ വലിയ മാറ്റമുണ്ടാക്കിയിട്ടുണ്ട്. ജോലി ചെയ്യുന്നവർ എന്നതിലുപരി നിയമങ്ങൾ നടപ്പിലാക്കുന്നതിൽ പങ്കാളികളാകാൻ ഓരോ വ്യക്തിക്കും ഇന്ന് സാധിക്കുന്നുണ്ട്. സുതാര്യവും സുരക്ഷിതവുമായ ഒരു തൊഴിൽ സംസ്കാരം യുഎഇയിൽ വളർന്നു വരുന്നതിന്റെ ശുഭസൂചനയാണിത്. യുഎഇയിലെ മലയാളി പ്രവാസികൾക്കിടയിൽ നിന്ന് എപ്പോഴും കേൾക്കുന്ന ഒരു പരാതിയുണ്ട്. ഇവിടെ നിയമങ്ങളെല്ലാം കമ്പനികൾക്കും തൊഴിലുടമകൾക്കും വേണ്ടിയാണെന്നും സാധാരണക്കാരായ തൊഴിലാളികൾക്ക് എന്നും സങ്കടം മാത്രമാണെന്നുമാണ് പലരും പറയാറുള്ളത്. എന്നാൽ 2025 പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ ഇവ തിരുത്തി കുറിക്കുന്നതാണ്. അതായത് യുഎഇയിലെ തൊഴിൽ വിപണിയിൽ ഇപ്പോൾ നടക്കുന്നത് തൊഴിലാളികളുടെ വലിയൊരു നിശബ്ദ വിപ്ലവമാണ്. മുൻപത്തെ പോലെയല്ല. തൊഴിലാളികൾ തങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് കൂടുതൽ ബോധവാന്മാരാവുകയും ചൂഷണം ചെയ്യുന്ന കമ്പനികൾക്കെതിരെ ഭയമില്ലാതെ പ്രതികരിക്കുകയും ചെയ്യുന്നു. കണക്കുകൾ പരിശോധിക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടി ആളുകളാണ് തൊഴിലിടങ്ങളിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പരാതി നൽകിയിട്ടുള്ളത്. 2025 മാത്രം 17,000-ലധികം തൊഴിലാളികളാണ് അവകാശങ്ങൾക്കായി സീക്രട്ട് കംപ്ലൈന്റ് നൽകിയത്. പണ്ടൊരു പരാതി നൽകാൻ പലരും ഭയപ്പെട്ടിരുന്നു. പരാതി നൽകിയാൽ ഉടനെ ജോലി പോകുമോ, കമ്പനി പ്രതികാരം ചെയ്യുമോ എന്നതൊക്കെയായിരുന്നു മിക്കവരുടെയും പേടി. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ യുഎഇ മന്ത്രാലയം കൊണ്ടുവന്ന രഹസ്യ പരാതി സംവിധാനം വലിയ വിജയമായിരിക്കുകയാണ്. കൂടാതെ ഇതുവഴി പരാതിക്കാരെ സമ്മർദ്ദത്തിലാക്കാതെയും അവരുടെ ജോലിക്ക് തടസ്സം വരാതെയും ലംഘനങ്ങൾ പരിഹരിക്കാൻ സർക്കാരിന് സാധിക്കുന്നുണ്ട്. വെറുമൊരു ജീവനക്കാരൻ എന്ന നിലയിൽ നിന്ന് മാറി രാജ്യത്തെ തൊഴിൽ നിയമങ്ങൾ സംരക്ഷിക്കുന്നതിൽ പങ്കാളികളാകാൻ തൊഴിലാളികൾക്ക് സാധിക്കുന്നു. തൊഴിലാളികൾ മാത്രമല്ല, ചുറ്റുമുള്ള സമൂഹം ഇപ്പോൾ ഈ മാറ്റത്തിൽ പങ്കുചേരുന്നുണ്ട്. കാരണം അനുചിതമായ തൊഴിൽ രീതികൾ കണ്ടാൽ റിപ്പോർട്ട് ചെയ്യാൻ പൊതുജനങ്ങൾക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മാത്രം 4,000-ലധികം കമ്മ്യൂണിറ്റി റിപ്പോർട്ടുകളാണ് ഇത്തരത്തിൽ ലഭിച്ചത്. വെയിലത്ത് പണിയെടുപ്പിക്കുന്നതോ മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ പണിയെടുപ്പിക്കുന്നതോ ഒക്കെ കണ്ടാൽ ആർക്കും മന്ത്രാലയത്തെ അറിയിക്കാൻ സാധിക്കും. ഇതുവഴി തൊഴിലുടമകൾക്ക് നേരെ നടപടി സ്വീകരിക്കാൻ അനുമതിയുണ്ട്. ഇത് തൊഴിലുടമകളെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരാക്കി മാറ്റുന്നത് കൂടിയാണ്. തങ്ങൾ എപ്പോഴും നിരീക്ഷണത്തിലാണെന്ന ബോധം കമ്പനികൾക്കുള്ളതിനാൽ തന്നെ നിയമങ്ങൾ പാലിക്കാൻ നിർബന്ധിതരാകേണ്ടി വരുന്നു. പലപ്പോഴും നിയമങ്ങൾ അറിയാത്തതിനോ പരാതിപ്പെടാൻ കഴിയാത്തതിനോ കാരണം ഭാഷാപരമായ ബുദ്ധിമുട്ടുകളായിരുന്നു. എന്നാൽ മലയാളം ഉൾപ്പെടെ 17 ഭാഷകളിൽ മന്ത്രാലയം ഇപ്പോൾ സേവനം നൽകുന്നുണ്ട്. ഇത് സാധാരണക്കാരായ മലയാളികൾക്ക് വലിയ ആശ്വാസമാണ്. അറബി, ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു, ബംഗാളി തുടങ്ങിയ ഭാഷകൾക്കൊപ്പം നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിലും വിവരങ്ങൾ ലഭ്യമാണ്. രാജ്യത്തുടനീളം പ്രവർത്തിക്കുന്ന 326 തൊഴിൽ അവബോധ കേന്ദ്രങ്ങളിൽ നേരിട്ട് ചെന്ന് സ്വന്തം ഭാഷയിൽ സംസാരിക്കാനും സഹായം തേടാനും തൊഴിലാളികൾക്ക് സാധിക്കുന്നുണ്ട്. യുഎഇയുടെ തൊഴിൽ മേഖല ഭയത്തിൽ നിന്ന് അവകാശബോധത്തിലേക്കുള്ള വലിയൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. നിയമങ്ങൾ കടലാസിൽ ഒതുങ്ങാതെ പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കാൻ സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾ പ്രശംസനീയമാണ്. പരാതിക്കാരന്റെ സ്വകാര്യത ഉറപ്പാക്കുന്ന സീക്രട്ട് കംപ്ലൈന്റ് സംവിധാനം കമ്പനികളുടെ പകപോക്കൽ നടപടികളിൽ നിന്ന് തൊഴിലാളികളെ രക്ഷിക്കുന്നു. തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ നീതിയുക്തമാകുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെ കൂടുതൽ കരുത്തുറ്റതാക്കും. മലയാളികൾ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് ഈ മാറ്റം നൽകുന്ന ആശ്വാസം ചെറുതല്ല. നിയമങ്ങളെക്കുറിച്ചുള്ള അറിവും അവ കൃത്യമായി വിനിയോഗിക്കാനുള്ള ആർജവുമാണ് ഏതൊരു തൊഴിലാളിയുടെയും കരുത്ത്. സുരക്ഷിതമായ ഒരു പ്രവാസകാലം സ്വപ്നം കാണുന്ന ഏവർക്കും ഈ പുതിയ മാറ്റങ്ങൾ വലിയൊരു പ്രതീക്ഷ തന്നെയാണ് നൽകുന്നത്.